Yo, what's up guys and welcome back to Chris Canada. ചെക്കൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഒരു പരിപാടിക്ക് പോകും. കഴിഞ്ഞ വർഷം വരെ നോക്കിയിട്ട് അതെ, നടക്കാത്ത ഒരു കാര്യം ഞങ്ങൾ ഇന്ന് സാധിക്കാൻ പോവാണ്. നമ്മുടെ ഒന്നൊന്നര അടിപൊളി ടീമുകളാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ആദ്യം നമുക്ക് നമ്മുടെ ചെക്കനെ നമ്മുടെ ചങ്കുകളുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാം. അവരാണ് ബേബി സിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ബേബി സിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ചെമ്പനും തുമ്പനൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ പണിയിലാണ്. അവരൊക്കെ 24/7 പണിയാണ്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ചു നേരം പണിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവിടുകയാണ്. കാരണം ഈ പരിപാടിക്ക് പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ തുമ്പന്റെ അടുത്ത് പോലും നിന്നിട്ടില്ലല്ലോ. പിന്നെ അവരെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. അപ്പൊ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ അവിടെ പോയിട്ട് കാണാൻ കഴിയും. ഇവനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ കുടുങ്ങിപ്പോയല്ലോ ഗൈസ്. എന്താ കുടുങ്ങിയതല്ല, സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടില്ല. മണ്ടത്തി ചായ ഒരു സെക്കൻഡ്. എന്താണ് എനിക്കറിയാൻ പറ്റും. ഞാനില്ലേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇറങ്ങാൻ നോക്കുക. വൻ ശോകാണല്ലോ. എന്തോ കുടുങ്ങിയല്ലോ. ഡോറ് മുട്ട. അപ്പൊ ചെക്കന് വെയിലടിക്കാൻ പറ്റുന്നില്ല. ഒരു വെയിലടിക്കാതെ പുറത്തേക്ക് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സർപ്രൈസ്. എന്തോ വേണം. റിച്ച് ആയിട്ടൊക്കെയുള്ള തിരിച്ചു വന്നേക്കുന്നില്ലേ? ഏതാ ചേ? എ സി മതി. എ സി ഇല്ല? എന്നാ ഫാൻ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ മൂത്താപ്പന്മാരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ മാമൻ ആദ്യമായിട്ടാ കാണുന്നത്. നാട്ടിൽ പോയേക്കുമായിരുന്നു ഞങ്ങള്, അല്ലേ? നീ തന്നെ നോക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവരെ ഇവിടെ ബുദ്ധിയും വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് ഫുൾ ടൂൾസാണ്. നന്നായി നോക്കണം കേട്ടോ ഞങ്ങളുടെ കൊച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എവിടെ അവനേറ്റോ? അയ്യോടാ. ഇതാണ് ഞങ്ങളുടെ മെയിൻ മാമൻ. മാമനല്ലേ, സോറി അക്കി. അതെ, ആകെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരേ ഒരാള്. ഇവനെ വിശ്വസിച്ചാണ് ഞങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് വിൽക്കാം, വേണ്ട പണയം വെക്കാം. അപ്പൊ സെറ്റ് ആക്കട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ഓടിക്കാൻ നേരത്തെ ഇരുന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാല് കൂടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ രണ്ടും മാത്രമായിട്ട് വിചാരിക്കും ഞങ്ങൾ ഡേറ്റിന് പോവാന്ന്. ചെക്കനെ എവിടെ ആക്കിയിട്ട് അല്ല, നമ്മളിന്ന് സെറ്റ് പരിപാടിക്കാണ്. അപ്പൊ നമുക്ക് എന്താണ് പരിപാടി അവിടെ എത്തിയിട്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ എവിടെ വെച്ചാ എത്തിയേക്കുന്നത്? അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മുടെ സിബിൻചാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സിബിൻചാൻ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ സഡ്ബറിയിലെ ആദ്യകാല മലയാളി കുടിയേറ്റക്കാരിലെ ഒരാളാണ്. ഞങ്ങൾക്ക് 2018 മുതൽ അറിയാവുന്ന ഞങ്ങളുടെ സിബിൻചാണ്ടും ഞങ്ങളുടെ ലേച്ചേച്ചി. അല്ല, സിബിൻചാണ്ട് നമ്മുടെ കേംബ്രിയൻ കോളേജിലാരാ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അല്ല, ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അല്ലേ? സ്റ്റുഡന്റ് അഡ്വൈസർ. ചേച്ചി നമ്മുടെ ഇവിടുത്തെ ആറിനാണ്. ഇത് ഇവരുടെ പിള്ളേരാണ്. നമ്മളിന്ന് പോകുന്നത് ഈ ബോട്ടിലാണ് ഗൈസ്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നോക്കണം, പക്ഷെ നമുക്കൊരു ടൈം കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ എന്തായി, നാട്ടിൽ പോയി. പിന്നെ ക്ലൈമറ്റ് മാറി. ബോട്ടെടുത്ത കാലം മുതൽ ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കൊല്ലം മുതൽ, കഴിഞ്ഞ മുമ്പത്തെ വർഷം മുതൽ നമ്മൾ പറയണം. അപ്പൊ നമ്മൾ പോവുകയാണല്ലേ. നമ്മുടെ ബോട്ടിന്റെ എഞ്ചിനൊക്കെ താത്തിയിരിക്കുന്നു ഗൈസ്.
ശിവൻ ചേട്ടാ ഇത് ലെജൻഡ് ബോട്ടിന്റെ ഏതാ മോഡൽ ഏതാ XTR 80 അങ്ങനെ എന്തോ ചേച്ചി പറഞ്ഞ. അപ്പൊ നമ്മളെല്ലാരും അയ്യോ ഈ സൈഡിലോട്ട് ഈ സൈഡിലെ വാഹനം കൂടെ ചേച്ചിനൊക്കെ സ്വന്തം സ്ഥലത്തേക്ക്. എനിക്കറിയില്ല, ചെറിയ വെള്ളത്തിലൊക്കെ നീന്താനേ എനിക്കും അറിയുള്ളൂ. ചേട്ടാ പോയാ എന്നെ പിടിക്കണേ. അങ്ങനെയൊന്നും പോകൂല. പൊങ്ങി കിടക്കും. ചേച്ചിനെ നോക്കല്ലേ. 1 2 3 നാലാമത്തെ എന്ത് പ്രയോറിറ്റി. ഇവരൊക്കെ പോയാ പൊങ്ങി കിടക്കും. ഞാൻ അടിയിലേക്ക് പോകും. ഞങ്ങളുടെ ചേച്ചിയാണ് ഇപ്പൊ ബോട്ട് ഓടിക്കുന്നത്. ശിവൻചേട്ടൻ ഇവിടെ ഫുൾ സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രിഫ്റ്റിംഗ് ഒക്കെ. ഡ്രൈവർ മാറിയിരിക്കുന്നത് ഗൈസ്. ശിവൻചേട്ടൻ ഇതിന് ലൈസൻസ് ഒക്കെ വേണ്ടേ ബോട്ടിന്? ലൈസൻസ് ചെയ്ത് ലൈഫ് ടൈം അല്ല, ഒറ്റ പ്രാവശ്യം കൊടുത്താല് അങ്ങനെ ഒരു മെച്ചമുണ്ടല്ലേ? ശിവൻചേട്ടാ ഇതിന് ഡീസലാണോ അതോ പെട്രോളാണോ? മൈലേജൊക്കെ എങ്ങനെയാ മണിക്കൂറിനാ? മെർക്കുറിൻ്റെ എഞ്ചിനാണ് ഗൈസ്. മെർക്കുറിൻ്റെ 4 സ്ട്രോക്ക്. ഇല്ല വന്നിട്ട് നമ്മുടെ സിറിന് ജമ്പ് ചെയ്യാണ്. ചെടി കണ്ടു പഠിക്കണില്ല, കണ്ടു പഠിക്ക. കമോൺ കമോൺ ബേബി. ഇവര് നീന്തുവോ? വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ സെറ്റായിട്ട് വന്നേനെ ചേട്ടാ. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഒന്ന് പറയാം. ഇതെന്താ ഫ്രണ്ട് എന്നെന്താ ന്യൂട്രാ? അവിടെ ഇവിടെ FNR ഫ്രണ്ട്. പിന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ എന്താ? അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് മോട്ടർ പൊക്കും താത്തും ചെയ്യാം. മോട്ടർ ആംഗിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്മൂത്ത് റൈഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീഡ് അനുസരിച്ച് ബോട്ട് ഫ്ലൈ ചെയ്യും. ഫ്ലൈ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ മോട്ടർ പൊക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തെന്നി വെള്ളത്തിന് മുകളിൽ തെന്നി പോകും. ഓ അങ്ങനെ പൊങ്ങി. ഈ ചുമന്ന സാധനം ഇതിലുള്ള ആക്സിലേറ്ററാ? ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ക്ലച്ച് പോലെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ കിൽ സ്വിച്ച് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇൻ കേസ് നല്ല വേവ് ഒക്കെ വന്ന് നമ്മൾ തെറിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ബോട്ട് ഓഫ് ആവും. ബോട്ട് തന്നെ നമ്മൾ തെറിച്ച് പോയാൽ ബോട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് നീന്തി പിടിച്ച് കയറാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ആ സെയിം സ്പീഡിൽ സാധനം പോയിക്കൊണ്ടിരിക്കും. അതൊരു നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, പക്ഷെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ
ഗോ ഹെഡ്. അടുത്തയാള് ചാടുന്നു. ഇങ്ങനെയൊന്നും ഞാൻ ഇവക്ക് നീന്താനറിയാം. ഇവക്ക് നല്ല നീന്താൻ അറിയാലേ. ഞാനെന്തായാലും ചാടും. സമ്മതിക്കില്ല എന്നുള്ള വാശിയോടെ ബോണീസ് ചാടാൻ പോവാണ്. ആ ചാപ്പിൾ വാച്ചൊന്നും കുഴപ്പമില്ല. ഞാൻ താഴെ പോയാലും GPS വെച്ച് ഞങ്ങൾ ട്രാക്ക് ചെയ്യാറുണ്ട്. പോക്കറ്റിലൊന്നുമില്ലല്ലോ. ധൈര്യം സംഭരിച്ച് ചാടുന്നു. ബോട്ട് എവിടെയോ ഉച്ചാൻ എവിടെയോ. അങ്ങോട്ട് ഒത്തിരി പോകണം കേട്ടോ. ഇഷ്ടം പോലെ ഓടി വരും. അടുത്ത കുഞ്ഞിന്റെ ആട്ടം. വെള്ളം കണ്ടു. നിലയില്ല. വാ ഇങ്ങോട്ട് വാ. നിലയില്ല. എന്റെ കൊച്ചിന്റെ അപ്പൻ ഈ സ്ട്രെസ്സൊക്കെ വന്നാൽ മതിയില്ല. പിന്നെ കുഴപ്പമില്ല. ആ കണ്ടു. പൊളി. അടുത്തതായിട്ട് ശിവൻചേട്ടൻ അവതരിപ്പിക്കുന്ന ട്യൂബിങ്. ശിവൻചേട്ടൻ ട്യൂബിൽ കാറ്റ് ഇറക്കിയാണ്. ഇനി പോകുന്നതാണ് ശരിക്കുള്ള സാഹസികത. അവര് 3 പേരും ട്യൂബിങ്ങിന് റെഡി ആയി. ചായ പിടിച്ചിരിക്കണേ. അതാ ബോണീസ് എല്ലാരും വീണു. അയ്യോടാ. കുഴപ്പമില്ല, നമുക്ക് തിരിക്കാലോ. ഇല്ല കുഴപ്പമില്ല, എല്ലാരും ഓക്കെ. അതാ അങ്ങനെ നമ്മുടെ ട്യൂബ് മറിഞ്ഞു. എല്ലാവരും വെള്ളത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ ട്യൂബിങ്ങോ കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ അകത്തേട്ട് കയറിയിരിക്കുകയാണ്. ഫ്ലിപ്പായാണ്. ഈ കരയിലെ ഏറ്റവും ബ്രേവസ്റ്റ് ഗേൾ സുർണു. അങ്ങനെ നമ്മൾ തീരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ യാത്ര ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച സിബിൻ ചേട്ടനും ചേച്ചിക്കും 1000 നന്ദികൾ അർപ്പിക്കുന്നു. താങ്ക് യു. ബോട്ട് കറക്കി വെച്ചാണ്. ഇതിന് ട്രക്ക് തന്നെ വേണമല്ലേ ഇങ്ങനെ വലിച്ചു കയറ്റാൻ? അങ്ങനെ അടുത്തൊരു ടീമും അവരുടെ ബോട്ടും കൊണ്ട് കയറുവാണ്. മടുത്തോടാ. ആ ഏയിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ. അവൻ കച്ചറയാക്കിയോ? ഇല്ല. നേരത്തെ ഞാൻ വന്ന സമയത്തൊന്നും ഇച്ചിരി ഒന്ന് കരഞ്ഞായിരുന്നു. എന്നിട്ട് ചെയ്തോ? ആണോ? ഇപ്പൊ ഓണനെ പുറക്കാം. ചേച്ചി വരാറായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കണ്ട? നാക്കൊക്കെ പുറത്തിട്ട് കാണിക്കുന്നേ. ഓ കംഫി ആയിട്ട് ഉറങ്ങി ഇങ്ങനെ ഏക്കുന്ന ഒരു അടിപൊളിയായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു.